മീറ്റുകൾ കൊണ്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? കുട്ടികൾ പറഞ്ഞപ്പോൾ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നെയ്യിട്ടു സവാളയും ക്യാരറ്റും ഇട്ട് കൊടുത്തു. അത് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് രണ്ടും ഇട്ട്. നിങ്ങൾക്ക് ഉള്ളതെല്ലാം ഇടാം വെജിറ്റബിൾസ്. കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഇട്ടു. ഇച്ചിരി കറിവേപ്പില, മല്ലിയില ഇല്ലായിരുന്നുകൊണ്ട് കറിവേപ്പില ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ കറിവേപ്പില ഇട്ട് ഇച്ചിരി വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ മുട്ട ചിക്കി വറുത്തതും എല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യിലൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും സോയാ സോസ് ആഡ് ചെയ്യാം. കുട്ടികൾക്ക് ആയതുകൊണ്ട് ഒരു സ്പൂൺ ഞാൻ യൂസ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് 2 or 3 സ്പൂൺസ് യൂസ് ചെയ്യാം. പിന്നെ ഞങ്ങൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സാമ്പിൾ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. കുട്ടികൾക്കായതുകൊണ്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ എരിവിനാകെ കുരുമുളക് 1 സ്പൂൺ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പട്ട ഗ്രാമ്പു എല്ലാം കൂടിയിട്ട് വേവിച്ച് വെച്ച് റൈസ് ഞാൻ തലേദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അതങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ അടിപൊളി റൈസായിട്ട് ഒട്ടാതെയും പൊട്ടാതെയും റൈസ് സൂപ്പറായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഇച്ചിരി ഷുഗർ ആഡ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. നമ്മുടെ കടയിൽ അതേ റൈസ് പോലെ തന്നെ കിട്ടും. കണ്ടില്ലേ, അതേ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബൈ ബൈ.